ഹലോ, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രേസ്ലെറ്റാണ് കേട്ടോ. ഞാൻ വിചാരിക്കുകയാണ് നമുക്കിനി കുറച്ച് ദിവസം ബ്രേസ്ലെറ്റ് തന്നെ പലതരത്തിലുണ്ടല്ലോ, പല ബീഡ്സ് വെച്ചിട്ടുണ്ട്, പലതരത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഓരോരോ വീഡിയോസായിട്ടായിരിക്കും നമ്മളിനി ഓരോ ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലാസ് പോലെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുകയും ചെയ്യാം. ഞാനത് മറുപടിയായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ മറുപടി ടൈപ്പ് ചെയ്ത് തരും കേട്ടോ, കമൻ്റായിട്ടും അയച്ചുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എൻ്റെ അടുത്തുള്ള കുറച്ച് ക്രാക്കിൾ ഗ്ലാസ് ബീഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം ബോക്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഡ്സ് എടുത്ത് വെച്ചു. അതിൻ്റെ കൂടെ നമ്മളിത് ക്രിസ്റ്റൽ ടെക്കിൻ്റെ എലാസ്റ്റിക് വയർ എടുത്തെടുത്ത് 0.7 mmൻ്റെയാണ് നമ്മളിപ്പോൾ എടുത്തത്. 0.7ഉം 0.8ഉം ഞാൻ എടുക്കാറുണ്ട്. പിന്നെ B7000 നമ്മുടെ കുഞ്ഞി കത്രിക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എലാസ്റ്റിക് വയർ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ എൻഡിൽ നമുക്ക് കുടുക്കിട്ട് കൊടുക്കാം. കാരണം നമ്മൾ അല്ലെങ്കിൽ ബീഡ്സ് കോർക്കുമ്പോൾ ഒരു ഭാഗത്തൂടെ കോർക്കുമ്പോൾ ബീഡ്സ് ഒരു ഭാഗത്തൂടെ ഇറങ്ങിപ്പോവും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു കുടുക്കിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കത് 2-3 കുടുക്കിട്ട് കൊടുത്താൽ നമ്മൾ കോർക്കുന്ന ബീഡ്സ് അവിടെ തന്നെ കിടക്കും. അപ്പം നമുക്ക് ടെൻഷൻ ഇല്ലാതെ ബീഡ്സ് കോർത്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിനി ബീഡ്സ് കോർത്ത് തുടങ്ങാം. ബീഡ്സുകൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് കോർക്കുകയാണ്. ഇത് പിന്നെ ഇടയിൽ വേറെ ബീഡ്സും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇടയിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം നമ്മൾ അഴിച്ചിട്ട് വീണ്ടും മാറ്റി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീഡ്സ് കോർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ 24 ബീഡ്സ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ഫ്രീ സൈസ് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ 24 ബീഡ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 24 ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് കെട്ടി കൊടുക്കാം. ഇതിൽ നമ്മൾ ചാംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചാംസൊക്കെ ഇടുന്നത് ചെയ്യാം കേട്ടോ, ഗ്ലാസ് ബീഡ്സിൻ്റെ. അപ്പോൾ നമ്മൾ നല്ലോണം വലിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷത്തെ നമ്മൾ ആ ഒരു കെട്ട് 2 വട്ടം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ട്വൈസ് ചെയ്യാണ് കേട്ടോ. ഒന്ന് ഉള്ളിൽ കൂടെ എടുത്ത് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് അപ്പുറത്ത് കൂടെ ഒന്നും കൂടെ ഒരു കുടുക്കിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വരുന്ന നമ്മുടെ എലാസ്റ്റിക് വയറങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ B7000 ഗമ്മും കൂടെ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആ നോട്ട് ഇട്ട് അത് പുറത്ത് കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗം അപ്ലൈ ചെയ്ത് അത് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും, ഒട്ടിക്കിടന്നോളും, പുറത്തേക്ക് വരില്ല. അപ്പോൾ ആ ഒരു കെട്ടിൻ്റെ അഭംഗി നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇത് കണ്ടോ, അപ്പം നമുക്ക് ആ നോട്ട് കാണാനില്ല, ആ നോട്ട് ആ ഒരു ബീഡിൻ്റെ ഉള്ളിലായി. അപ്പോൾ നമുക്ക് ആ ഒരു വട്ടം കാണുന്നില്ല, വട്ടമല്ല കെട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ജ്വല്ലറി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് ചെയ്യാനുള്ള എല്ലാതും നമ്മൾ ആ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.